Watch India's largest kids library only on Jio Hotstar. Download the app now. കാണാൻ നല്ല രസമുണ്ടല്ലോ. അല്ല, ഇതെന്ത് കളിയാ പത്തലു? ഇവരൊക്കെ ഇത്രയും വലിയ വടി കൊണ്ട് ഇത്രയും ചെറിയൊരു ബോളിനെ ഇങ്ങനെ ഇട്ട് തട്ടുന്നു. കുട്ടിക്കാലത്ത് നമ്മളൊക്കെ വിരല് കൊണ്ട് ഗോളി കളിക്കാറില്ലേ? ചേട്ടന്മാരെ, നിങ്ങളും ആ കളിയൊന്ന് കളിച്ചു നോക്കുന്നോ? അങ്ങനെയാണോ? വിരല് കൊണ്ട് കളിക്കണം അല്ലേ? ഇന്നാ കളിച്ചോളൂ. ഗോലി കളിക്കുന്ന പോലെ തന്നെ കളിക്ക്. കളിക്ക് കളിക്ക്. അടിപൊളി. ചെല്ല് ചെല്ല് ചെല്ല്, വീഴ്. കണ്ടില്ലേ, എല്ലാ ബോളും ചെന്ന് വീണത് കണ്ടില്ലേ? ഞങ്ങളൊക്കെ പണ്ട് മുതലേ വിരല് കൊണ്ട് കളിക്കുന്ന വിദ്വാൻമാരാണ് ചേട്ടാ. എക്സ്ക്യൂസ് മീ, ഇത് നിങ്ങളുടെ ഗോട്ടികളിയല്ല, ബില്ലറ്റ്സ് ആണ്. ഇതിനെ ഈ സ്റ്റിക്ക് കൊണ്ടാണ് കളിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ വാ, എന്നിട്ട് കറക്റ്റ് ആയിട്ട് കളിക്കുക. ഞാൻ ജയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷോപ്പിംഗ് ബാഗ്സ് എല്ലാം എന്റേതായി മാറും. ഇനിയിപ്പോ നീ ജയിച്ചാൽ ഈ ഷോപ്പിംഗ് ബാഗ്സ് എല്ലാം നിന്റേതായി മാറും. അതേ മോട്ടോ, ഇപ്പൊ സമ്മതിക്കരുത്. ഇവര് നമ്മളെ പറ്റിക്കാൻ നോക്കുകയാണ്. നോക്ക്, നീ ജയിച്ചു കഴിഞ്ഞാൽ നിന്റെ തന്നെ ഷോപ്പിംഗ് ബാഗ്സ് നിനക്ക് തന്നെ തിരിച്ചു തരും. പക്ഷെ ഇപ്പൊ നിന്റെ കയ്യിൽ ഓൾറെഡി ഷോപ്പിംഗ് ബാഗ്സ് ഉണ്ടല്ലോ. അതുകൊണ്ടാ പറഞ്ഞേ, ഇവര് നമ്മളെ വെറുതെ കളിപ്പിക്കാൻ നോക്കുകയാണ്. അതുകൊണ്ട് ഇവര് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കേക്കണ്ട. ആലോചിക്കുക, ഒരു പ്രാവശ്യം വെല്ലുവിളി സ്വീകരിച്ചാൽ പിന്നെ പുറകോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. പറ, വെല്ലുവിളി സ്വീകാര്യമാണോ? എന്ത്? പുർപ്പുറി നഗരവാസികളോട് ചാലഞ്ചോ? സമ്മതമാണ്. ഓ നോ. നിന്റെ കൂടെ കോമ്പറ്റീഷൻ ചെയ്യുന്നത് വെറും ഒരു ഫോർമാലിറ്റിയാണ്. എന്നാലും ഗെയിം സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഞാൻ നിനക്കൊരു ഷോട്ട് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ? കൊള്ളാം കൊള്ളാം. ഇനി എന്റെ ഊഴമാണ്. ആഹാ, ഇപ്പോഴല്ല. ഞാനൊരു ഷോട്ട് മിസ് ചെയ്യുന്ന വരെ ഞാൻ തന്നെ കളിച്ചോണ്ടിരിക്കും. ഓക്കെ, ശരി, അടിക്കൂ. പോയില്ല പോയില്ല. മോട്ടു, ഇനി നിന്റെ ഊഴമാണ്. തരൂ തരൂ. അതെ മോട്ടു, നീ ഒരു കാര്യത്തിൽ തീരുമാനിച്ചാ പിന്നെ ജയിച്ചിട്ടല്ലേ പുറത്തേക്ക് വരാൻ പാടുള്ളൂ. ബെസ്റ്റ് ഓഫ് ലക്ക് മോട്ടു. മോട്ടു, പന്തിനാണ് നീ അടിക്കേണ്ടത്, അല്ലാതെ എന്നെയല്ല. ബോൾ മുകളിലേക്ക് പറന്നുപോയി. നീ ഇത് എന്ത് കാര്യമാണ് ചെയ്തത്? അതെ, പൊളിച്ചെടുത്തല്ലോ. മമ്മി, എന്റെ തല പന്ത് കൊണ്ടിട്ട് വീങ്ങിയിട്ടുണ്ടാ. താങ്ക് യു അങ്കിൾ. പൊളിച്ചേ, ബോള് വീണേ പത്തലു. ചേട്ടാ, അടിപൊളി മോട്ടു, അടിപൊളി. നീ പറഞ്ഞത് അതേപോലെ തന്നെ ചെയ്ത് കാണിച്ചല്ലോ. ആ, ശരി ശരി. ബോൾ ഒരു ഫ്ലൂക്കിൽ കയറിയതാ. ലക്കി ഷോട്ട് ആയിരുന്നു, മറ്റൊന്നുമല്ല. ബോള് ടേബിളിലേക്ക് വന്നില്ലേ, അല്ലെങ്കിൽ അത് നിലത്ത് വീഴേണ്ടതായിരുന്നു. അത്രേ ഉള്ളൂ. അതെ, ലക്കി ഷോട്ട് ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്താ, ബോള് തറയിൽ വീഴ്ന്നിട്ടൊന്നുമില്ലല്ലോ. മോട്ടു വാ, അടുത്ത ചാൻസ് നിന്റെ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാൽ നീ നന്നായിട്ടാണ് ആ ബോള് പോക്കറ്റിലിട്ടത്. സത്യമാണോ? വീണ്ടും എന്റെ ഊഴോ? എന്റെ ചാൻസ്. ആ, എടുത്തോ എടുത്തോ എടുത്തോ. ഇനിയിപ്പോ ഒരു ചാൻസ് കൂടെ എടുത്തോ. ഈ ചാൻസ് കൊണ്ട് നീ എന്നെ തോപ്പിക്കാനൊന്നും പോകുന്നില്ലല്ലോ.
ചങ്ക എന്റെ ബ്രോ നമുക്കൊന്ന് ദൂരെ ഇരിക്കുന്നതാണ് നല്ലത്. എന്തെന്ന് വെച്ചാൽ മോട്ടുവിന്റെ ബോൾ എവിടെ വരുമെന്ന് പറയാൻ പറ്റില്ല. അടിച്ചോ. ഈ ഒണിഡ ടിവിയിലൊക്കെ വരുന്നവനെ പോലെ ആയല്ലോ എന്റെ ഈ മണ്ട. ഞാനിപ്പോ എന്ത് ചെയ്യും പറ. അതേ ഈ പ്രാവശ്യം ബോൾ തിരിച്ചു വരാൻ പോണില്ല. ഫ്ലൂക്ക് ചിലപ്പോഴൊക്കെ സംഭവിക്കുള്ളൂ, എപ്പോഴും നടക്കില്ല. അയ്യോ രക്ഷിക്കണേ. മിണ്ടാണ്ട് എല്ലാ കാശും നമുക്ക് തന്നേക്ക്. പെട്ടെന്ന് ഈ ബാഗിലേക്ക് ഇട്, പെട്ടെന്ന്. ബോള് നോക്കൂ, ബോള്. ആരാണ് എന്നെ അടിച്ചത്? ഓ നോ. എനിക്ക് അവന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് സംശയം തോന്നുന്നുണ്ട്. ഓരോ പ്രാവശ്യം ബോൾ എങ്ങനെയാണ് ബോർഡിലേക്ക് വന്ന് വീഴുന്നത്? ചെല്ല് 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 ചെല്ല്, വേഗം വീഴ് വീഴ് വീഴ്. അതെ കൂട്ടുകാരാ, റൂൾസ് പ്രകാരം ഇനിയും എന്റെ ഊഴം തന്നെയാണ്, അതായത് എന്റെ ചാൻസ്. എന്നാൽ റെഡി ആയിക്കോളൂ. ഏയ്, നീയാണ് എന്നെ തലക്കിട്ട് ബോൾ എറിഞ്ഞത്. പറ. സോറി സോറി ചേട്ടാ, സോറി. അതെ, വലിയ വലിയ ബോളുകൾക്കിടയിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നേ. സോറി പറഞ്ഞില്ലേ. മാപ്പ് തരൂ ചേട്ടാ, എനിക്ക് മാപ്പ് തരൂ. ആ ഇനി പറയൂ ചേട്ടന്മാരെ, എന്ത് ജോലിയാ നിങ്ങൾക്ക് എന്നെ കൊണ്ട് വേണ്ടത്? ജോലിയൊന്നുമല്ല, നിന്നെ ഞങ്ങൾക്ക് അടിക്കണം. നീ ഞങ്ങളുടെ ബോസിന്റെ തലക്കിട്ട് ബോൾ എറിഞ്ഞില്ലേ, അതുകൊണ്ട് ഞങ്ങൾ തലാൻ പോവാ. മോട്ടു, അവരെ വിട്ടിട്ട് നീ ഗെയിമിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേ. ചേടാ കസിക്കാരാ, നല്ലോണം ശ്രദ്ധിച്ചോ. മോട്ടുവിന്റെ ബോൾ എവിടുന്ന് വരുന്നെന്ന് പറയാൻ പറ്റില്ല. അതെ. ഇത്ര ഇൻട്രസ്റ്റിംഗ് ഗെയിം നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലേ ഇല്ല. ഈ ഗെയിമിന്റെ പേര് ഫ്ലൈയിങ് ബില്ലിയർഡ്സ് എന്നായിരിക്കണം. ഇതെന്താ നടക്കണേ? എന്റെ അവസരം വരുന്നില്ലല്ലോ. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആലോചിക്കുന്ന കൂട്ടുകാരാ? നിനക്ക് ഞാൻ ഒരു ചാൻസ് കൂടെ തരാം. അതുവരെ ഞാൻ ഇവരെ ഒരു പാഠം പഠിപ്പിക്കട്ടെ. ഇതിനു മേലെ എന്നെ കൊണ്ട് ഇവിടെ തല്ലു പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ഈ ടേബിളിന്റെ പുറത്ത് എന്തോ ഒരു മന്ത്രം ജപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ ബോൾ ഒരിക്കലും പോക്കറ്റിൽ വീഴാതിരിക്കില്ല. ഈ പത്തിലും എന്തോ ഒരു മന്ത്രം ജപിക്കുന്നുണ്ട്. ഇവന്റെ വായ അടച്ചു വെക്ക്. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പത്തിലും അങ്ങനെ ചെയ്യുന്ന ആളല്ല. മോട്ടു പത്ലു എവിടെയാണ്? ഇവിടെ എന്താ നടക്കുന്നത്? ഇതെന്താ? എന്റെ അമ്മ പത്ലു ആരെന്നെ വായ കെട്ടിവെച്ചിരിക്കുന്നത്? എന്റെ അമ്മ മോട്ടു, താൻ എന്താ എന്നെ തല്ലിയത്? ഇനിയിപ്പൊ നീ തോറ്റു മോട്ടു. ചെല്ല് 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 ചെല്ല്, വീഴ്. നിങ്ങൾ രണ്ടുപേരും ചീറ്റേഴ്സ് ആണ്. നിങ്ങളുടെ ഷോപ്പിംഗ് ബാഗ്സ് ഇപ്പൊ എനിക്കിതാ. തോറ്റത് നീയും ജയിച്ചത് ഞങ്ങളുമാണ്. നിന്റെ കയ്യിൽ ആ ബാഗ് ഞങ്ങൾ തരില്ല. ഫ്രണ്ട്സ്, ഇവരുടെ ബാഗുകൾ തട്ടിപ്പറിച്ചെടുക്ക. മോട്ടു, വിട് വിട് വിടന്നെ.
എന്റെ പൊന്നു ചേട്ടാ ഒന്ന് നിർത്ത്. നമ്മള് ഫൈറ്റ് ചെയ്യാനല്ല, കളിക്കാൻ വന്നതാ, എൻജോയ് ചെയ്യാൻ വന്നതാ. ശരി ശരി, നിന്നെ വിട്ടേക്കാം. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും നീ ഫുർഫുറി നഗരത്തിലെ ജനങ്ങളോട് ചാലഞ്ച് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ചെയ്യൂല, ഒരിക്കലും ചെയ്യൂല. പൊളിച്ചേ. Watch India's largest kids library only on Geo Hotstar. Download the app now.